ടോബി, നമ്മൾ മനസ്സിലാക്കുന്നത് ഓട്ടോറിക്ഷയിലേക്ക് മുകളിലേക്ക് ടോബി നേരത്തെ പറഞ്ഞ ആ മരം മറിഞ്ഞു വീണു. 2 കുട്ടികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഭാഗ്യം. ഈ മരം ഒരു വീടിന്റെ മുകളിൽ കൂടിയാണ് വീണത്. വലിയ മരമാണ് പോലെ ടോബി. ഹാഷ്മി, തീർച്ചയായിട്ടും അത് നമുക്ക് ഒരു വർഷങ്ങളായി ഇവിടെ നിൽക്കുന്ന ഒരു മരമാണ്. നമുക്ക് അതിന്റെ വലിപ്പം നമ്മൾ ഇൻജസ്റ്റ് ചെയ്ത ദൃശ്യങ്ങളിലും ഒപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ആ മരത്തിന്റെ ഒരു വലിപ്പം നേരിട്ട് കാണാൻ സാധിക്കും. ഈ ശിഖരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു മരമാണ്. അത് റോഡിന്റെ ഒരു വശത്താണുള്ളത്. അവിടെ നിന്നും അത് കടപുഴകി വീണതിനെ തുടർന്ന് എതിർവശത്തുള്ള, അതായത് റോഡിന്റെ മറുവശത്തുള്ള ഒരു വീടിന് മുകളിലേക്ക് കൂടി അത് വീണു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വാഹനത്തിൽ നിന്നും ഒരു ഓട്ടോ അതിന് അടിയിലുണ്ടായിരുന്നു. അത്ഭുതകരമായി ഒരു 2 പേർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ചുങ്ക സ്വദേശിയായിട്ടുള്ള ആരോണും സഹോദരിയുമാണ് രക്ഷപ്പെട്ടത്. ആരോൺ എന്റെ കൂടെ ചേരുന്നുണ്ട്. ആരോണെ, രാവിലെ എവിടെ പോയതാണ്? പള്ളിയിൽ പോയത്. എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പം ലൈൻ ഷോർട്ട് ആവുന്നതുകൊണ്ട് സ്ലോ ആക്കിയതാ. ഇത് പെട്ടെന്ന് അങ്ങോട്ട് മറിഞ്ഞു വീണു. ആ സമയത്ത് അതിന്റെ അടിയിലായിരുന്നോ? അടിയിലായിരുന്നു. എത്ര നേരം കഴിഞ്ഞാ പുറത്തിറങ്ങി? ഒരു 10 മിനിറ്റ് ലൈനെല്ലാം ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇറങ്ങിയത്. ആൾക്കാർ ഇറങ്ങരുതെന്ന് പറഞ്ഞു? പറഞ്ഞു ഇറങ്ങരുതെന്ന് പറഞ്ഞു. അതിനുശേഷം ഓഫായതിനു ശേഷമാണ് ഇറങ്ങിയത്. വീട്ടിലാര് ഞാനും അവളും മാത്രം ഉണ്ടായിരുന്നു. എന്തായാലും ആരോണും സഹോദരിയുമാണ് ആ ഓട്ടോറിക്ഷയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. അത്ഭുതകരമെന്ന് പറയട്ടെ, അതിന് തൊട്ടു പിന്നിൽ ഒരു വൈദ്യുതി പോസ്റ്റ് വീണു. ഒപ്പം തന്നെ മുന്നിൽ ഈ വലിയ മരവും. അതിനിടയിലായിട്ടാണ് ആ ഓട്ടോ കിടന്നത്. ശിഖരങ്ങൾ മാത്രമാണ് അതിന് മുകളിലേക്ക് വീണത്. അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു അത്ഭുതകരമായി രക്ഷപ്പെട്ടാണ്. അപ്പോൾ എന്റെ മുഖത്ത് അതിന്റെ ഒരു ചെറിയ പേടിയെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പകപ്പുണ്ട് താനും. എന്തായാലും ആ മരം എത്രയും പെട്ടെന്ന് മുറിച്ച് മാറ്റട്ടെ. വലിയ മരമാണ് വീടിന്റെ മുകളിലേക്ക് വീണത്.